ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിൽ വേലയ്യൻ എന്നു പേരായ ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ താമസിച്ചിരുന്നു. ഈ വേലയ്യൻ്റെ വീട്ടിൽ ഭാര്യ മാത്രമേ ഉള്ളൂ. അയാളും ഭാര്യയും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലും മുറിയെ പണി ചെയ്യുകയും കിട്ടുന്ന ലാഭം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു പോവുകയും ചെയ്തു. ഒരു വർഷം ആ ഗ്രാമത്തിൽ മഴ പെയ്തില്ല. വലിയ വരൾച്ചയായിരുന്നു. കൃഷിയൊക്കെ നഷ്ടത്തിലായി. വേലയ്യന് ആ വർഷം വലിയ ലാഭമൊന്നും കിട്ടിയില്ല. ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടി. പക്ഷേ അടുത്ത വർഷം കൃഷി ഇറക്കാൻ നേരത്ത് വേലയ്യൻ നോക്കുമ്പോൾ വിത്ത് വാങ്ങാൻ പണമില്ല. എന്തു ചെയ്യും? കൃഷി ഇറക്കാതെ പറ്റില്ലല്ലോ. അയാൾ ഭാര്യയോട് ചോദിച്ചു, നിൻ്റെ കയ്യിൽ പണം വല്ലതും ഇരിപ്പുണ്ടോ? നമുക്ക് വിത്ത് വാങ്ങണ്ടേ? അപ്പോൾ ഭാര്യ ചോദിച്ചു, എൻ്റെ കയ്യിൽ എവിടുന്നാ പണം? നിങ്ങളൊരു കാര്യം ചെയ്യേ, നമ്മുടെ നാട്ടിലെ സോമപ്പ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാൾ വലിയ പണക്കാരനാണ്. അയാളോട് പോയി കുറച്ച് പണം കടം വാങ്ങ്. വേലയ്യൻ മനസ്സില്ലാ മനസ്സോടെ സോമപ്പയുടെ അടുത്തെത്തി. സോമപ്പ വലിയ പണക്കാരനാണ്, എന്നാൽ പിശുക്കനുമാണ്. സോമപ്പയുടെ അടുത്ത് ചെന്ന് വേലയ്യൻ വളരെ മടിച്ച് കുറച്ച് പണം കടം ചോദിച്ചു. കൃഷി ഇറക്കണം, വിത്ത് വാങ്ങണം. അപ്പോൾ സോമപ്പ പറഞ്ഞു, ഞാൻ പണം കടം തരാം, പക്ഷെ നീ എനിക്ക് ഒരു ഉടമ്പടി എഴുതി തരണം. ആ ഉടമ്പടിയിൽ നീ 1 വർഷത്തിനകം ഞാൻ തരുന്ന പണം തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ഇരട്ടി ഈടാക്കും എന്ന് എഴുതി നീ ഒപ്പിട്ട് തരണം. വേലയ്യന് വേറെ ഗതിയൊന്നും ഇല്ലായിരുന്നുകൊണ്ട് വേലയ്യൻ സമ്മതിച്ചു. 1 വർഷത്തിനകം കടം വാങ്ങുന്ന പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇരട്ടി പണം കൊടുക്കാം. അങ്ങനെ ആ ഉടമ്പടിയിൽ സോമപ്പ വേലയ്യന് 10 നാണയങ്ങൾ കടം കൊടുത്തു. പക്ഷെ ആ വർഷവും കൃഷി വളരെ മോശമായിരുന്നു. വളരെ കുറച്ച് മഴയെ കിട്ടിയുള്ളൂ. വേലയ്യൻ്റെ വിളവൊക്കെ നശിച്ചു പോയി. അയാൾക്ക് ലാഭമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സോമപ്പയ്ക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. 1 വർഷം കഴിഞ്ഞു. സോമപ്പ വേലയ്യനെ അന്വേഷിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നീ ഇപ്പോൾ 20 നാണയങ്ങൾ തിരിച്ചു തരേണ്ടതുണ്ട്. വേലയ്യൻ പറഞ്ഞു, എനിക്കറിയാം, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ തിരിച്ചു തരാൻ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് എനിക്കൊരു 10 നാണയങ്ങളും കൂടി തന്നേ തീരൂ. ഒരു തവണ കൂടി ഞാൻ കൃഷി ഇറക്കി നോക്കട്ടെ. ഈ വർഷം എന്തായാലും മഴ പെയ്യും. സോമപ്പ വീണ്ടും വേലയ്യനെ കൊണ്ട് ഉടമ്പടി എഴുതി വാങ്ങി. ഇത്തവണ എഴുതി വാങ്ങിയത് 1 വർഷത്തിനകം പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേലയ്യൻ്റെ വീടും പറമ്പും സോമപ്പ സ്വന്തമാക്കുമെന്നാണ്. മറ്റ് ഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേലയ്യൻ ആ ഉടമ്പടിയും സമ്മതിച്ചു. അങ്ങനെ 10 നാണയങ്ങൾ കൂടി വേലയ്യന് സോമപ്പയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി. പക്ഷെ ഇത്തവണയും കൃഷി ചതിച്ചു. ലാഭമൊന്നും ഉണ്ടായില്ല. സോമപ്പ ഉടൻ തന്നെ അന്വേഷിച്ച് വരുമെന്നും വീടും പറമ്പ് സ്വന്തമാക്കുമെന്നും വേലയ്യൻ അറിയാം. ഭാര്യയാണെങ്കിൽ വേലയ്യനൊരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല. എപ്പോഴും വഴക്ക് തന്നെ. നന്നായിട്ട് കൃഷി ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാണ്, ഭാഗ്യക്കേടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. സഹികെട്ട വേലയ്യൻ എവിടെയെങ്കിലും പോയി അങ്ങ് ചത്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്നിറങ്ങി അങ്ങ് പോയി. നടന്ന് കുറേ ദൂരം ചെന്ന് ഗ്രാമത്തിൻ്റെ അതിർത്തിയിലെത്തി. അപ്പോഴേക്കും രാത്രിയായി. ചത്ത് കളയാന്നൊക്കെ വിചാരിച്ച് ധൈര്യത്തിൽ ഇറങ്ങിയതാണെങ്കിലും ഇരുട്ടായപ്പോഴേക്ക് വേലയ്യന് പേടിയായി. അപ്പോൾ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ ഒരു വലിയ ആൽമരം നിൽപ്പുണ്ടായിരുന്നു. വേലയ്യന് ആ മരത്തിന് മുകളിൽ കയറിയിരുന്നു. നല്ല നിലാവുണ്ടായിരുന്നു. ആ മരത്തിന് മുകളിൽ ചാരിയിരുന്ന് വേലയ്യൻ ഉറക്കമായി. കുറേ നേരം കഴിഞ്ഞപ്പോൾ മരം അനങ്ങുന്നത് പോലെ തോന്നി. കണ്ണു തുറന്ന് നോക്കുമ്പോൾ മരം ആകാശത്തൂടെ പറന്നു പോവുകയാണ്. വേലയ്യന് പേടിച്ച് വിറച്ചു പോയി. അയാൾ വീഴാതെ മരക്കൊമ്പിൽ പൊത്തിപ്പിടിച്ച് അങ്ങനെ ഇരുന്നു. അങ്ങനെ കുറേ ദൂരം പോകുമ്പോൾ ദൂരെ ഭയങ്കര ഒരു തിളക്കം കണ്ടു. ആ തിളക്കമുള്ള സ്ഥലത്തേക്കാണ് ഈ മരം പറന്നു പോകുന്നത്. അങ്ങനെ മരം പറന്ന് ചെന്ന് ആ തിളക്കമുള്ള സ്ഥലത്തിറങ്ങി. വേലയ്യൻ താഴേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കുറേ ഭൂതങ്ങളാണ് ഈ മരവും കൊണ്ട് പറക്കുന്നത്. വേലയ്യൻ അനങ്ങാതെ മരത്തിൽ പേടിച്ചങ്ങനെ ഇരുന്നു. ഭൂതങ്ങൾ മരം ആ തിളങ്ങുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ എല്ലാം ഓടി കളിക്കാൻ തുടങ്ങി. കളിച്ച് അവർ കുറേ ദൂരേക്ക് പോയി. അപ്പോൾ വേലയ്യൻ പതുക്കെ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി എന്താണ് ഈ തിളക്കമെന്നൊന്ന് അറിയണമല്ലോ. നോക്കുമ്പോൾ അവിടെയെല്ലാം തിളങ്ങുന്ന കുറേ കല്ലുകളാണ് കിടക്കുന്നത്. പല നിറത്തിലുള്ള കല്ലുകൾ. ആ കല്ലുകൾ കാരണമാണ് അവിടെയൊക്കെ ഇങ്ങനെ തിളങ്ങുന്നത്. നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ കല്ലുകൾ മാത്രമേ അവിടെ ഉള്ളൂ. ദൂരെ നിന്ന് ഭൂതത്തന്മാർ വരുന്ന ശബ്ദം കേട്ടപ്പോൾ വേലയ്യൻ വേഗം മരത്തിൽ ചാടിക്കയറുന്ന വഴിക്ക് അയാൾ അവിടെ നിന്ന് കുറച്ച് കല്ലുകൾ വാരി തൻ്റെ കീശയിലിടുകയും ചെയ്തു. ഇക്കാര്യം പറഞ്ഞാൽ ഭാര്യ വിശ്വസിക്കില്ലല്ലോ. അപ്പോൾ കൊണ്ടുപോയി കാണിക്കാം എന്നാണ് വിചാരിച്ചത്. ഭൂതത്തന്മാർ തിരിച്ചു വന്നു. മരം വീണ്ടും പൊക്കിയെടുത്തു. തിരിച്ചു പറന്നു ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോഴേക്കും നേരം പുലർന്നു. ഭൂതത്തന്മാരെ പിന്നോട്ട് കണ്ടതുമില്ല.
വേലയ്യൻ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വേഗം ഓടി വീട്ടിൽ ചെന്നു. എന്നിട്ട് ഭാര്യയോട് നടന്നെല്ലാം പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞിട്ടും ഭാര്യ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. വേലയ്യൻ തൻ്റെ കീശയിലുണ്ടായിരുന്ന കല്ലുകൾ ഭാര്യയുടെ കൈ കൊടുത്തു. അവൻ 4 കല്ലുകളുണ്ടായിരുന്നു, തിളക്കമുള്ള 4 കല്ലുകൾ, ചുവന്ന നിറമായിരുന്നു അവയ്ക്ക്. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് നാണയില്ലേ ഇങ്ങനെ 4 കല്ലും പിറക്കിക്കൊണ്ട് വരാൻ? ഇതും കൊണ്ട് എന്ത് ചെയ്യാനാ? കുറച്ച് പണമാക്കിയിട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നു. നമ്മൾ സോമപ്പയ്ക്ക് കല്ലല്ല തിരിച്ചു കൊടുക്കാനുള്ളത്, പണമാണ്. വേലയ്യനൊന്നും പറഞ്ഞില്ല. എന്ത് ചെയ്യാനാണ്? അബദ്ധം പറ്റിപ്പോയി, തിരിച്ചിങ്ങോട്ട് വരണ്ടായിരുന്നു. വലിയൊരു കാര്യം കണ്ട വിശേഷം ഭാര്യയോട് പറയാമെന്ന് കരുതി ഓടി വന്നതാണ്. അങ്ങനെ അയാൾ വിഷമിച്ചിരിക്കുമ്പോൾ വാതിലിൽ മുട്ട് കേട്ടു. തുറന്നു നോക്കുമ്പോൾ സോമപ്പയാണ്. സോമപ്പ വീടും പറമ്പും വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞ് അയാൾ ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോൾ വേലയ്യൻ പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം കൂടി തരണതാ. നോക്ക്, എൻ്റെ കയ്യിൽ ഈ 4 തിളക്കമുള്ള കല്ലുകളുണ്ട്. തൽക്കാലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകും. ഇത് വിറ്റാൽ എന്തെങ്കിലും പണം കിട്ടാതിരിക്കില്ല. അപ്പോഴേക്കും ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് പണം കൂടി സംഘടിപ്പിക്കാം. ആ കല്ലുകൾ കണ്ടപ്പോഴേ അത് വളരെയധികം വിലയുള്ള കല്ലുകളാണെന്ന് സോമപ്പയ്ക്ക് മനസ്സിലായി. പക്ഷെ അയാൾ പുറത്തൊന്നും കാണിച്ചില്ല. അയാൾ പറഞ്ഞു, ഈ കല്ലുകൊണ്ട് ഞാനെന്ത് ചെയ്യാനാ? എനിക്ക് കല്ലൊന്നും വേണ്ട, എനിക്ക് ഈ വീടും പറമ്പ് നിങ്ങൾ തന്നാൽ മതി. അപ്പോൾ വേലയ്യൻ പറഞ്ഞു, അയ്യോ അങ്ങുന്നേ അങ്ങനെ പറയരുത്, എൻ്റെ കയ്യിൽ ഇപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ സോമപ്പ വളരെയധികം നഷ്ടം സഹിക്കുന്നതായിട്ട് അഭിനയിച്ചുകൊണ്ട് വേലയ്യനോട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, നിങ്ങളുടെ കൃഷിയൊക്കെ നശിച്ചു പോയതല്ലേ, തൽക്കാലം ഈ കല്ലുകൾ തന്നു. എനിക്ക് നീ പണമൊന്നും ഇനി തിരിച്ചു തരണ്ട, ഞാൻ നിങ്ങളോട് അങ്ങ് ക്ഷമിച്ചെന്ന് വെച്ചേക്കാം. എന്നാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യണേ, ആ ഉടമ്പടി അങ്ങ് കീറിക്കളയണേ, അല്ലെങ്കിൽ എനിക്ക് പിന്നെയും ഈ കടം വീട്ടണമല്ലോ എന്നുള്ള പേടി വരും. അപ്പോൾ സോമപ്പ പറഞ്ഞു, ശരി, നീ ഈ കടം വീട്ടിയതായിട്ട് ഞാനങ്ങ് കണക്ക് കൂട്ടി, ഞാൻ ആ ഉടമ്പടി കീറിക്കളഞ്ഞേക്കാം. അതും പറഞ്ഞുകൊണ്ട് അയാൾ ആ ഉടമ്പടി അങ്ങ് കീറിക്കളഞ്ഞു. എന്നിട്ട് ഈ 4 കല്ലുകളും വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയി. കല്ലുകൾക്ക് അത്യാവശ്യം വിലയുള്ളതായിരിക്കും എന്ന് വേലയ്യന് തോന്നി. എന്തായാലും രക്ഷപ്പെട്ടല്ലോ, കടം വീട്ടാൻ പറ്റിയല്ലോ. സോമപ്പയാണെങ്കിൽ വളരെയധികം സന്തോഷത്തോടെ വേലയ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കല്ലുകളുമായിട്ട് വീട്ടിൽ പോയി. ആ കല്ലുകൾ വളരെയധികം വിലയുള്ളതാവണം എന്ന് അയാൾക്ക് തോന്നി. അത്രയധികം തിളക്കമാണ് അവയ്ക്ക്. അത്തരം കല്ലുകൾ അയാൾ അതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇത്ര വിലയുള്ള കല്ലുകൾ സാധാരണ കടകളിലൊന്നും കൊടുത്താൽ വേണ്ട വില കിട്ടില്ല എന്ന് സോമപ്പയ്ക്ക് തോന്നിയതുകൊണ്ട് അയാൾ തൻ്റെ ഗ്രാമത്തിലുള്ള ഒരു വലിയ ആഭരണ കച്ചവടക്കാരൻ്റെ അടുത്തെത്തി. എന്നിട്ട് ആ കല്ലുകൾ അയാളെ കാണിച്ചു കൊടുത്തു. ആഭരണ കച്ചവടക്കാരനാണെങ്കിൽ ആ കല്ലുകൾ കണ്ടപ്പോഴേ മനസ്സിലായി ഇത് വളരെയധികം വിലയുള്ളതാണെന്ന്. അയാൾ സോമപ്പയോട് പറഞ്ഞു, ഇത് സാധാരണ കല്ലുകളൊന്നും അല്ല, കുറച്ച് വിലയുള്ള കല്ലുകളാണ് എന്ന് കരുതി ഒരുപാട് അമൂല്യമായ കല്ലുകളൊന്നും അല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു 100 സ്വർണ്ണ നാണയങ്ങൾ തരാം, ഈ കല്ല് എനിക്ക് തന്നേരെ. നിങ്ങളുടെ കയ്യിൽ ഇരുന്നുകൊണ്ട് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. സോമപ്പ ഒന്ന് വില പേശിയൊക്കെ നോക്കിയെങ്കിലും ആഭരണ കച്ചവടക്കാരൻ ഒട്ടും വില കൂട്ടാൻ തയ്യാറായില്ല. 100 സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ഈ കല്ല് അയാൾക്ക് കൊടുക്കണം. മറ്റെങ്ങും കൊണ്ടുപോയാൽ ഈ കല്ല് വിൽക്കാൻ പറ്റില്ല എന്ന് അയാൾ സോമപ്പയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അങ്ങനെ സോമപ്പ 100 സ്വർണ്ണ നാണയങ്ങൾ വാങ്ങി ആ 4 കല്ലുകൾ ആഭരണ കച്ചവടക്കാരന് കൊടുത്തു. ആഭരണ കച്ചവടക്കാരനറിയാം ഈ കല്ലുകൾ വാങ്ങാനുള്ള പണമുള്ള ആൾക്കാരൊന്നും തൻ്റെ കടയിൽ വരാൻ പോകുന്നില്ല. ഈ ഗ്രാമത്തിലെ പാവങ്ങൾ ഇത്ര വിലയുള്ള കല്ലുകളൊന്നും ധരിക്കാൻ ഇടയില്ല. അതുകൊണ്ട് അയാൾ നേരെ മന്ത്രിയുടെ അടുത്ത് കൊണ്ടുവന്നു. മന്ത്രിക്ക് ആ കല്ലുകൾ കണ്ടപ്പോഴേ അതിൻ്റെ മൂല്യം മനസ്സിലായി. മന്ത്രി ഉടൻ തന്നെ 1000 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്ത് ആഭരണ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് ആ കല്ലുകൾ സ്വന്തമാക്കി. എന്നാൽ ഈ കല്ലുകൾക്ക് വളരെയധികം മൂല്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ മന്ത്രി ആ കല്ലുകൾ രാജാവിന് കൊണ്ടുപോയി കൊടുത്തു. രാജാവാണെങ്കിൽ വളരെ സന്തോഷത്തോടെ തൻ്റെ രാജ്യത്തിലെ 10 ഗ്രാമങ്ങൾ മന്ത്രിക്ക് ദാനം ചെയ്തു. അത്രയ്ക്ക് വിലയുള്ള കല്ലുകളായിരുന്നു അവ. എന്നിട്ട് ആ 4 ചുവന്ന കല്ലുകളും രാജാവ് അന്തഃപുരത്തിൽ കൊണ്ടുപോയി തൻ്റെ രാജ്ഞിക്ക് കൊടുത്തു. രാജ്ഞിക്ക് പിറന്നാൾ സമ്മാനമായിട്ടാണ് രാജാവ് ഈ 4 കല്ലുകളും കൊടുത്തത്. രാജ്ഞിക്ക് അത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഇത്ര തിളക്കമുള്ള കല്ലുകൾ രാജ്ഞി അതിനുമുമ്പ് കണ്ടിട്ടേയില്ല. രാജ്ഞി ആ കല്ലുകളെടുത്ത് കയ്യിൽ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഈ 4 കല്ലുകളുടെ കൂടെ ഒരു 6 കല്ലുകളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം കൂടെ ചേർത്തിട്ട് എനിക്ക് നല്ലൊരു മാല ഉണ്ടാക്കാമായിരുന്നു. എനിക്കിപ്പം തന്നെ 6 കല്ലുകളും കൂടെ വാങ്ങിത്തരണം. രാജാവ് ആകെ വിഷമത്തിലായി. ആകെ 4 കല്ലേ മന്ത്രി കൊണ്ടുവന്നിട്ടുള്ളൂ, ഇനി 6 എവിടുന്ന് കൊണ്ടുവരും? രാജാവ് ഉടൻ തന്നെ മന്ത്രിയെ വിളിച്ചു. എന്നിട്ട് ആജ്ഞാപിച്ചു, ഉടൻ തന്നെ 6 കല്ലുകൾ എനിക്ക് കൊണ്ടുവന്ന് തരണം. മന്ത്രി പറഞ്ഞു, അങ്ങുന്നേ ഞാൻ എവിടുന്ന് കൊണ്ടുവരാനാ?
രാജാവ് പറഞ്ഞു, എനിക്കതൊന്നും അറിയണ്ട, രാജ്ഞിക്ക് ഉടൻ തന്നെ ഒരു മാല ഉണ്ടാക്കണം, അതുകൊണ്ട് 6 കല്ലുകൾ കൂടി ഉടനെ നിങ്ങൾ കൊണ്ടുവന്ന് തീരൂ. അങ്ങനെയാണെങ്കിൽ ഒരു 10 ഗ്രാമങ്ങൾ കൂടി ഞാൻ നിനക്ക് തരാം. 10 ഗ്രാമങ്ങളും കൂടി കിട്ടുമ്പോൾ തനിക്ക് ആകെ 20 ഗ്രാമങ്ങൾ സ്വന്തമായിട്ട് കിട്ടും. മന്ത്രിക്ക് ആഗ്രഹം മൂത്തു. മന്ത്രി ഉടൻ തന്നെ ആഭരണ കച്ചവടക്കാരനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉടൻ തന്നെ എനിക്ക് മുമ്പേ തന്നതുപോലത്തെ 6 കല്ലുകൾ കൂടി തരണം. ആഭരണ കച്ചവടക്കാരൻ ആകെ വിഷമത്തിലായി. എവിടുന്ന് കൊണ്ടുവരാനാണ് 6 കല്ലുകൾ? അയാൾ ഉടൻ തന്നെ സോമപ്പഴടുത്തെത്തി. സോമപ്പയോട് പറഞ്ഞു, നേരത്തെ നിങ്ങൾ തന്ന ആ 4 കല്ലുകളുണ്ടല്ലോ, അതുപോലത്തെ 6 കല്ലുകൾ കൂടെ ഉടനെ വേണം. സോമപ്പ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാതെ എവിടെ നിന്നാണ് കിട്ടിയെന്ന്, എനിക്കത് വേലയ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. മന്ത്രിയും ആഭരണ കച്ചവടക്കാരനും സോമപ്പയും കൂടി ചെന്ന് വേലയ്യനെ കണ്ടു. വേലയ്യനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ കുറേ കഥകൾ പറയുന്നതല്ലാതെ എവിടെ നിന്നാണ് കിട്ടിയെന്നൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് ദിവസം കാത്തിരുന്നിട്ട് കല്ല് കിട്ടാതായപ്പോഴേക്കും രാജാവ് മന്ത്രിയെ വീണ്ടും വിളിപ്പിച്ചു. മന്ത്രി അപ്പോൾ ആഭരണ കച്ചവടക്കാരൻ്റെ മേൽ പഴിചാരി. ആഭരണ കച്ചവടക്കാരൻ സോമപ്പയുടെ മേൽ പഴിചാരി. സോമപ്പയാണെങ്കിൽ വേലയ്യന് നേരെ പഴിചാരി. വേലയ്യൻ കല്ല് കൊണ്ട് തരാത്തതുകൊണ്ടാണ് രാജ്ഞിക്ക് മാലയുണ്ടാക്കാൻ കല്ല് കിട്ടാത്തത്. രാജാവ് ഉടൻ തന്നെ വേലയ്യനെ വിളിപ്പിച്ചു. വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു. വേലയ്യൻ മരത്തിൽ കയറിയിരുന്നപ്പോൾ മരം പറന്നുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ മരം പറന്നു പോകുന്നതിനെപ്പറ്റി രാജാവിന് മുമ്പ് കേട്ടിട്ടുമില്ല. രാജാവ് ഉടൻ തന്നെ വേലയ്യൻ്റെ ഭാര്യയോട് വിശദ വിവരങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് വെളുത്ത വാവിൻ്റെ അന്നാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നതെന്ന് അറിഞ്ഞത്. ആ ഗ്രാമത്തിലെ വെളുത്ത വാവിനാൾ ഭൂതങ്ങൾ കുറേ കുസൃതികളൊക്കെ ഒപ്പിക്കും എന്ന് എല്ലാവരും കേട്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത് ഭൂതങ്ങളുടെ ഒരു കുസൃതി ആയിരിക്കണം എന്ന് രാജാവിന് തോന്നി. അങ്ങനെയാണെങ്കിൽ അടുത്ത വെളുത്ത വാവിലും ഇതേ കാര്യങ്ങൾ സംഭവിക്കുമല്ലോ, അപ്പോൾ മരത്തിൽ കയറിയിരുന്നാൽ ഈ കല്ലുകൾ കിട്ടുമോ എന്ന് നോക്കാം എന്ന് രാജാവിന് തോന്നി. രാജാവ് ഇത് മന്ത്രിയോട് പറഞ്ഞു. മന്ത്രി ആഭരണ കച്ചവടക്കാരനോട് പറഞ്ഞു. ആഭരണ കച്ചവടക്കാരൻ സോമപ്പയോട് പറഞ്ഞു. അവർ 4 പേരും കൂടി ഒന്ന് ഭാഗ്യം പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാജാവും മന്ത്രിയും ആഭരണ കച്ചവടക്കാരനും സോമപ്പയും വെളുത്ത വാവിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് വെളുത്ത വാവായി. ഇവർ 4 പേരും മറ്റാരോട് ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞില്ല. മറ്റുള്ളവരാരെങ്കിലും പറഞ്ഞാൽ കളിയാക്കിയാലോ, കൂടെ വരണമെന്ന് പറഞ്ഞാലോ. വേലയ്യനോട് പോലും ഇവരെ കാര്യം പറഞ്ഞില്ല. വേലയ്യൻ പറയുന്നത് വെറുതെ കള്ളമാണെന്നും അയാൾ കണ്ടത് സ്വപ്നമാണെന്നും ഒക്കെ പറഞ്ഞവർ കളിയാക്കി വേലയ്യനെ അങ്ങ് പറഞ്ഞു വിട്ടു. എന്നിട്ടാണ് 4 പേര് കാത്തിരിക്കുന്നത്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വെളുത്ത വാവ് വന്നു. രാത്രിയായി. 4 പേരും കൂടെ പതുക്കെ ഗ്രാമാതിർത്തിയിലുള്ള മരത്തിനടുത്തെത്തി. നല്ലവണ്ണം ഇരുട്ടി കഴിഞ്ഞപ്പോൾ ആരും കാണാതെ ആദ്യം രാജാവ് മരത്തിന് മുകളിലേക്ക് കയറി. പിന്നാലെ മന്ത്രി കയറി. തൊട്ട് പിന്നാലെ ആഭരണ കച്ചവടക്കാരൻ കയറി. ഏറ്റവും അവസാനം സോമപ്പ കയറി. 4 പേരും മരക്കൊമ്പിൽ അങ്ങനെ പിടിച്ചിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ മരം അനങ്ങുന്നു. മരം ആകാശത്തേക്ക് പറന്നുയർന്നു. 4 പേരും വീഴാതെ പിടിച്ചങ്ങനെ ഇരിക്കുകയാണ് മരത്തിൽ. മരം പറന്ന് ദൂരേക്ക് പോയി. ദൂരെ കണ്ണച്ചിപ്പിക്കുന്ന പ്രകാശം 4 പേരും കണ്ടു. വേലയ്യൻ പറഞ്ഞത് കള്ളമല്ലെന്ന് അവർക്ക് മനസ്സിലായി. ദൂരെ രത്നക്കല്ലുകൾ വിളയുന്ന ഒരു വലിയ പാടമുണ്ട്. അടുത്തടുത്തെത്തും തോറും കണ്ണത്താ ദൂരത്തോളം വലിയ മരുഭൂമി പോലെ നിറയെ കല്ലുകൾ കിടക്കുന്നു. ഭൂതത്താന്മാർ മരം ആ ഭൂമിക്ക് നടുക്ക് കൊണ്ടുവച്ചു. അവർ താഴെ ഇറങ്ങി കല്ലുകൾ വാരി കളി തുടങ്ങി. കളിച്ച് ദൂരേക്ക് പോയി. ഭൂതത്താന്മാർ ദൂരെ പോയി എന്ന് മനസ്സിലായപ്പോൾ ആദ്യം സോമപ്പ താഴെ ഇറങ്ങി. പിന്നാലെ ആഭരണ കച്ചവടക്കാരൻ ഇറങ്ങി. പിന്നാലെ മന്ത്രി ഇറങ്ങി. ഏറ്റവും അവസാനം രാജാവ് ഇറങ്ങി. കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന രത്നക്കല്ലുകൾ വാരി എടുത്തു 4 പേരും. സന്തോഷം സഹിക്കവയ്യ. രാജാവ് വിചാരിച്ചു, കൊട്ടാരത്തിൽ ചെന്നിട്ട് രാജ്ഞിക്ക് ഒരു മാലയല്ല, ഒരു 10 മാലയും എൻ്റെ കിരീടവും എൻ്റെ സിംഹാസനവും ഒക്കെ ഈ രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കണം. അതിന് വേണ്ടത്ര കല്ലുകൾ ഇപ്പം തന്നെ പിറക്കി കൊണ്ടുപോകണം. രാജാവ് തോളത്ത് കിടന്നിരുന്ന ഒത്തിരിയും എടുത്ത് നിലത്ത് വിരിച്ച് അതിൽ കല്ലുകൾ വാരി നിറച്ചു തുടങ്ങി. മന്ത്രി വിചാരിച്ചു, വെറും 4 കല്ല് കൊടുത്തപ്പോൾ എനിക്ക് 10 ഗ്രാമങ്ങളാണ് കിട്ടിയത്. ഇത്രയധികം കല്ല് കൊണ്ടുപോയാൽ എനിക്ക് രാജ്യം തന്നെ സ്വന്തമാക്കാൻ പറ്റും. പിന്നെ ഞാനാണ് രാജാവ്. എത്ര രസമായിരിക്കും രാജാവായിരിക്കുന്നത്. മന്ത്രി കല്ലുകൾ വാരി കൂട്ടാൻ തുടങ്ങി. ആഭരണ കച്ചവടക്കാരൻ വിചാരിച്ചു, വെറും ഒരു കല്ലുകൊണ്ട് എനിക്ക് എത്ര സ്വർണ്ണ നാണയങ്ങളാണ് കിട്ടിയത്.
അപ്പോൾ ഇത്രയധികം കല്ല് വാരിക്കൊണ്ട് പോയാൽ ഞാൻ ലോകത്തിലേക്കും വലിയ പണക്കാരനായി തീരും. അതുകൊണ്ട് എത്രയും കല്ല് വാരിയെടുക്കാമോ അത്രയും കല്ല് വാരിയെടുക്കണം. സോമപ്പ വിചാരിച്ചു, ആ വേലയ്യൻ്റെ കയ്യിൽ നിന്ന് ഈ കല്ല് തട്ടിയെടുത്ത് എത്ര നന്നായി. ഇനി ഈ കല്ല് മുഴുവൻ വാരിക്കൊണ്ട് പോയാൽ ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് ഏറ്റവും വലിയ പണക്കാരനായി തീരും. വേണ്ടത്ര കല്ല് വാരിയെടുക്കാം. അങ്ങനെ 4 പേര് 4 വശത്തിരുന്നുകൊണ്ട് കല്ലുകൾ വാരി വാരി എടുക്കാൻ തുടങ്ങി. ഭൂതത്താന്മാർ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ശബ്ദം കേട്ടു. 4 പേര് ഇതൊന്നും അറിഞ്ഞതേയില്ല. ഭൂതത്താന്മാർ വന്നപ്പോൾ ഉണ്ട് 4 പേര് നിലത്തിരുന്ന് കല്ലുകൾ വാരുന്നു. അവർ പേടിച്ചു പോയി. ഞങ്ങളറിയാതെ ആരാ ഇവിടെ വന്നത്? അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുന്ന സുരക്ഷിതമല്ല, മേലിൽ കളിക്കാൻ ഇങ്ങോട്ട് വരണ്ട. ഭൂതത്താന്മാർ വന്ന് മരവും എടുത്ത് പറന്ന് ഗ്രാമത്തിലേക്ക് പോയി. രാജാവും മന്ത്രിയും ആഭരണ കച്ചവടക്കാരനും സോമപ്പയും അവിടെ നിന്ന് കല്ല് വാരിക്കൊണ്ടേയിരുന്നു. പിന്നീട് അവരെ പറ്റി ആരും കേട്ടിട്ട് പോലും ഇല്ല. ഇഷ്ടമായോ ഇന്നത്തെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.